അരിത്മെറ്റിക് സീക്വൻസസിലെ പേജ് നമ്പർ 18-19 പ്രോബ്ലംസാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്: ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഗീവ് റീസൺസ് ഫോർ ദ അരിത്മെറ്റിക് സീക്വൻസ്. റൈറ്റ് ദ കോമൺ ഡിഫറൻസ്. അതായത് താഴെ ഒരു 5 സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സീക്വൻസ് ആണെങ്കിൽ, അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ നമ്മളതിൻ്റെ റീസൺസ് എഴുതണം, ഒപ്പം കോമൺ ഡിഫറൻസ് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. നമുക്കറിയാം അരിത്മെറ്റിക് സീക്വൻസിൽ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ഓഡ് നമ്പർ 1, 3, 5, 7 എക്സെട്ര. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യണം, അതിൻ്റെ റീസൺ എഴുതണം, കോമൺ ഡിഫറൻസും. ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കിയേ, ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആവുന്നത് എപ്പോഴാണ്? ഒരു നമ്പറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം കോമൺ ഡിഫറൻസ് വെച്ചിട്ട് ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്ത് പോവുകയോ വേണം, അല്ലേ? ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ നോക്കിയേ, ഈ പ്രോബ്ലത്തിൽ 1 കൂടി 2 ആഡ് ചെയ്ത് നമ്മൾ 3 എഴുതി, 3 കൂടി 2 ആഡ് ചെയ്ത് 5 എഴുതി, 5 കൂടി 2 ആഡ് ചെയ്ത് 7 എഴുതി. അടുത്ത ടൈം എഴുതാൻ പറ്റും, അടുത്തത് 9 എഴുതാൻ പറ്റും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തൊരു സീക്വൻസാണ്? ഇത് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അരിത്മെറ്റിക് സീക്വൻസിന് എക്സാമ്പിളാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 2 വെച്ച് ഈച്ച് ടൈം ആഡ് ചെയ്ത് പോവുകയാണ്. ഫസ്റ്റ് ടൈം മുതൽ ഫസ്റ്റ് ടൈമിന് ശേഷം സെക്കൻഡ് ടൈം, തേർഡ് ടൈം, എല്ലാ ടൈമും തൊട്ട് മുമ്പത്തെ ടൈമിനോട് കൂടി 2 വെച്ച് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ 2 ആണ്. കോമൺ ഡിഫറൻസ് 2 ആണ്. ഈ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് നമുക്കറിയാം 2, 4, 6, 8, 10 എക്സെട്ര. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഈവൻ നമ്പേഴ്സിൻ്റെയും ഫസ്റ്റ് നമ്പറിന് ശേഷം സെക്കൻഡ് നമ്പറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. 4 to 6 എന്ന് പറഞ്ഞാൽ 2 ആണ് ഡിഫറൻസ്. 6 to 8 ഡിഫറൻസ് 2 ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 2 ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് 2 ആണ് ഇതിൻ്റെ. തേർഡ് ക്വസ്റ്റ്യൻ: സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. അതായത് ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫ് എടുക്കുക, ആ ഫ്രാക്ഷൻസിൻ്റെ സീക്വൻസ്. ഇപ്പോൾ ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 3, 5, 7, 9 എക്സെട്ര. ഇതാണ് ഓഡ് നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. ഈ ഓഡ് നമ്പേഴ്സിൻ്റെയൊക്കെ ഹാഫ് എടുക്കാനാണ് പറയുന്നത്, അതിൻ്റെ ഫ്രാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫ്രാക്ഷൻ 1/2, സെക്കൻഡ് ഫ്രാക്ഷൻ 3/2, അതിനുശേഷം 5/2, അതിനുശേഷം 7/2, 9/2, 11/2. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ഒന്ന് നമുക്ക് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.5 ആണ്. 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ആണ്. 5/2 മീൻസ് 2.5 ആണ്. 7/2 3.5 ആണ്. 9/2 4.5 ആണ്. ഇതിനെ പോയിക്കൊണ്ടിരിക്കണം. നോക്കിയേ, 0.5, 1.5, 2.5, 3.5, 4.5. ഇതിൻ്റെ എല്ലാം കോമൺ ഡിഫറൻസ് 1 ആണ്. 1 വെച്ച് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇതെല്ലാം 1 വെച്ച് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ൻ്റെ പവേഴ്സ്, അതായത് ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2^1, അടുത്തത് 2 സ്ക്വയർ, അതിനുശേഷം 2 ക്യൂബ്, ദെൻ 2^4, 2^5. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. 2^1 2 തന്നെയാണ്. 2 സ്ക്വയർ 4 ആണ്. 2 ക്യൂബ് 8 ആണ്. 2^4 16 ആണ്. 2^5 32 ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കാം. 2 to 4 എന്ന് പറഞ്ഞാൽ 2 ആണ് ഡിഫറൻസ്. 4ൽ നിന്ന് 8ലേക്ക് 4 ആണ് ഡിഫറൻസ്. 8ൽ നിന്ന് 16ലേക്ക് 8 ആണ് ഡിഫറൻസ്. 16ൽ നിന്ന് 32ലോട്ട് 16 ആണ് ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ല, അല്ലേ? ഇതിലൊരു കോമൺ ഡിഫറൻസ് ഇല്ല. കോമൺ ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സീക്വൻസ് എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. 1ൻ്റെ റെസിപ്രോക്കൽ നമുക്ക് 1/1 1 തന്നെയാണ്. 1/1 എന്ന് എഴുതാം. അടുത്ത റെസിപ്രോക്കൽ 2ൻ്റെ റെസിപ്രോക്കൽ 1/2, ദെൻ 1/3, ദെൻ 1/4, 1/5,
ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് ഒരു പ്രോബ്ലം ചെയ്ത പോലെ 1/1 1 തന്നെയാണ്. 1/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 1/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 0.33 വരും അല്ലേ. 1.4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ്, 0.20 അല്ലേ. നോക്കി നേരത്തെ ചെയ്ത പോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 0.5 മൈനസ് 0.5, അതായത് ഒന്നിൽ നിന്ന് 0.5 കുറയുകയാണ് അല്ലേ. പിന്നെ 0.5 നിന്ന് 0.33 വരാനായിട്ട് നിയർലി 0.16 അല്ലേ, 16ഓളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലൊരു കോമൺ ഡിഫറൻസ് ഇല്ല അല്ലേ. കോമൺ ഡിഫറൻസ് ഇല്ലെന്ന് നമുക്ക് ഈ ഒരു ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊരു കോമൺ ഡിഫറൻസ് ഇല്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ് ഡു ദ നമ്പേഴ്സ് ഓഫ് കളേർഡ് സ്ക്വയേഴ്സ് ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഗീവ് റീസൺസ്. അതായത് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, ഈ പിക്ചറിൻ്റെ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ കളർ ചെയ്തേക്കുന്ന സ്ക്വയേഴ്സ് അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ഫോം ചെയ്യോ എന്നാണ് ചോദിക്കുന്നത്. ഈ പിക്ചറിൽ എത്ര കളേർഡ് സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 ഇതിൽ 8 ഉണ്ട്. ഇതിൽ 8 സ്ക്വയേഴ്സ് കളേർഡാണ്. ഈ പിക്ചറിൽ 1 2 3 4 5 6 7 8 9 10 11 12. ഈ പിക്ചറിൽ 12 എണ്ണം, ഈ പിക്ചറിൽ 10 13 16 എണ്ണം, ഇതിൽ 16 എണ്ണം. ഈ തന്നേക്കുന്ന സീക്വൻസ് ഇങ്ങനെയാണ്: 8 12 16 ഇതാണ് തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ തന്നെ അടുത്തത് എത്രയായിരിക്കും, ഇതൊരു അടുത്ത പാറ്റേൺ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 8ൻ്റെയും 12ൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. 12ൻ്റെയും 16ൻ്റെയും ഡിഫറൻസ് എഗെയിൻ 4 ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ കോമൺ ഡിഫറൻസ് 4 ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്പർ വരാൻ സാധ്യതയുള്ളത് 20 ആയിരിക്കും അല്ലേ. കോമൺ ഡിഫറൻസ് 4 വെച്ചിട്ട് നെക്സ്റ്റ് വരാൻ സാധ്യതയുള്ളത് 20 ആയിരിക്കും, അതിനുശേഷം 24 ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ പിക്ചറിൽ കളേർഡ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. 8 12 16 20 24 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ഇതിൽ 1 2 3 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ. ഈ ഓരോ റെക്റ്റാങ്കിളിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ഇതിലെത്ര സ്ക്വയേഴ്സ് ഉണ്ട് നോക്കിയേ. ഇതൊരു ചെറിയ സ്ക്വയർ, ഇത് വേറൊരു ചെറിയ സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ ആൻസർ 2 ആണ്. ഇതിലെത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 3 4. ഇതിൽ 4 എണ്ണം ഉണ്ട്. ഇതിലോ 1 2 3 4 5 6. ലാസ്റ്റ് പിക്ചറിൽ 1 2 4 8 സ്ക്വയേഴ്സ് ഉണ്ട്, ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അടുത്ത എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലേ. ഇത് എന്ത് മനസ്സിലാകാം? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാകാം. ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്, എത്ര ലാർജ് സ്ക്വയർ ഉണ്ടെന്ന്. ഈ പിക്ചർ നോക്കി, ഈ പിക്ചറിൽ വലിയ സ്ക്വയേഴ്സ് ഒന്നുമില്ല, കാരണം ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഇതിൽ വലിയ സ്ക്വയേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ആൻസർ 0 ആണ്. ഇതിൽ എത്ര വലിയ സ്ക്വയേഴ്സ് ഉണ്ട്? നമുക്ക് ഇതിൽ ഈ ഒരു ഫുൾ പിക്ചർ ഒരു വലിയ സ്ക്വയറാണ്. നമുക്കപ്പോൾ 1, ഇത് ഈ പിക്ചറിൽ 1 ആണ്. ഇതിലെത്ര സ്ക്വയേഴ്സ് ഉണ്ട്? അതുപോലെ തന്നെ വലിയ സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ട് നോക്കിയേ. ഇവിടെ മുതൽ ഈ കാണുന്നത് ഉണ്ടോ, ഈ കാണുന്നത് ഒരു സ്ക്വയറാണ്. അതിനുശേഷം അതായത് ഈ പോർഷൻ മറച്ചു പിടിക്കുക ഉണ്ടോ, ഇതൊരു സ്ക്വയറാണ്. അപ്പോൾ ഒരു സ്ക്വയറായി. അടുത്ത സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ മറച്ചു പിടിക്കുക, ഇതൊരു മറ്റൊരു സ്ക്വയറായി. അപ്പോൾ 2 സ്ക്വയറാണ് ഈ പിക്ചറിലുള്ളത്. അപ്പോൾ അതേപോലെ ഇതിലെത്ര എണ്ണം ഉണ്ടാവും? ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം വരും? ഇത്രയും പോർഷൻ മറച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ക്വയർ കിട്ടും. ഇത്രയും മറച്ചു പിടിച്ച് കഴിഞ്ഞാൽ 2 സ്ക്വയർ കിട്ടും. ദെൻ ആദ്യത്തെ പോർഷനും അവസാനത്തെ പോർഷനും മറച്ചു പിടിച്ച് കഴിഞ്ഞാൽ 3 സ്ക്വയർ കിട്ടും. അപ്പോൾ ആ പിക്ചറിൽ കിട്ടുന്നത് 3 സ്ക്വയറാണ്. അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ, ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന്. ഈ പിക്ചറിൽ ചെറുതും വലുതും എല്ലാം കൂടി കൂട്ടി എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന്. ഇതിൽ നോക്കി,
ഇതിൽ ചെറിയ സ്ക്വയേഴ്സ് 2 എണ്ണം ഉണ്ട്, വലുതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ 2 എണ്ണം. ഈ പിക്ചറിൽ ചെറുത് 1 2 3 4 ചെറുതുണ്ട്, പിന്നെ മൊത്തത്തിൽ ഒരു വലിയ സ്ക്വയറും, അങ്ങനെ 5 എണ്ണം. അടുത്ത പിക്ചറിൽ 1 2 3 4 5 6 6 ചെറിയ സ്ക്വയേഴ്സും ഉണ്ട്, ഒപ്പം വലിയ സ്ക്വയർ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 6 2 8 എണ്ണം. അടുത്ത പിക്ചറിൽ ചെറിയ സ്ക്വയേഴ്സ് 8 എണ്ണം ഉണ്ട്, ഒപ്പം വലിയ സ്ക്വയർ 3 എണ്ണം ഉണ്ട്. 8 3 11 എണ്ണം. അപ്പോൾ ഈ സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, 2 5 8 11 രീതിയിൽ പോകണം. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതെല്ലാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായും ഇത് 3ഉം അരിത്മെറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് 2 4 6 8 കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇതിൻ്റെയൊക്കെ കോമൺ ഡിഫറൻസ് 2 ആണ്. 2 വെച്ച് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ടൈമും. അതുകൊണ്ട് തന്നെ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിൽ 0 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 കോമൺ ഡിഫറൻസ് 1 ആണ്. 1 വെച്ച് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ടൈമിനോടും 1 വെച്ച് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2 5 8 11 എക്സെട്ര. ഇതിൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2ൻ്റെയും 5ൻ്റെയും ഡിഫറൻസ് 3 ആണ്, 5ൻ്റെയും 8ൻ്റെയും ഡിഫറൻസ് 3 ആണ്. എഗെയിൻ 8 to 11 3 ആണ് ഡിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ് കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒരു പടം തന്നിട്ടുണ്ട്, ഒരു സ്റ്റെയർ കേസിൻ്റെ പടം തന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഹൈറ്റ് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 10 സെൻറ്റിമീറ്റർ. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഇവിടം മുതൽ ഇവിടം വരെ ഉള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. അതിനുശേഷമുള്ള ഓരോ സ്റ്റെപ്പിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് 17.5 സെൻറ്റിമീറ്റർ വെച്ചാണ്. അതായത് ഈ കാണുന്ന ഹൈറ്റ്, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17.5 സെൻറ്റിമീറ്റർ ആണ്. ഈ ഹൈറ്റ് 17.5 ആണ്. ഈ ഹൈറ്റ് 17.5 ആണ്. അതായത് അതിനുശേഷമുള്ളത് ഓരോന്നും 17.5 വെച്ചാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി സം വൺ ക്ലൈംബിങ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിന് ശേഷവും ഒരു വ്യക്തി ഈ സ്റ്റെപ്പുകൾ കയറാൻ നിൽക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അയാൾ എത്രമാത്രം ഹൈറ്റിലായിരിക്കും നിൽക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഒരാൾ ഇവിടുന്ന് നമുക്ക് നോക്കാം. ഒരാൾ ഇവിടുന്ന് ഈ സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിക്കാം. അയാൾ കയറി ഇവിടെ എത്തി, ഈ പൊസിഷനിലെത്തി എന്ന് പറയുമ്പോൾ അയാൾ 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ നിൽക്കുന്നത് 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത് അയാൾ. അതിനുശേഷം വീണ്ടും അടുത്ത സ്റ്റെപ്പ് എത്തുമ്പോൾ ഒരു 17.5 സെൻറ്റിമീറ്ററും കൂടി പിന്നെയും ആഡ് ചെയ്യണം. അതായത് ഇത് വെർട്ടിക്കലായിട്ടുള്ള ലൈനാണ് അല്ലേ, ഇതൊരു ഹൈറ്റ് അല്ല, ഇതൊരു ബേസ് പോലെ പോവുകയാണ്. അപ്പോൾ ഇത് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മുതൽ 10 സെൻറ്റിമീറ്റർ. അതിനുശേഷം ഈ ഹൈറ്റ് തന്നെയാണല്ലോ ഈ പറയുന്ന ഹൈറ്റ്, ഇവിടുന്ന് 17.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എത്ര വരും? അയാളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ പ്ലസ് 17.5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 27.5 സെൻറ്റിമീറ്റർ ആണ് ഈ ഹൈറ്റിലുള്ള ഈ പൊസിഷനിൽ അയാളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അയാൾ വീണ്ടും നടന്ന് ഈ സ്റ്റെപ്പിലെത്തി കഴിഞ്ഞപ്പോൾ എഗെയിൻ ഒരു 17.5 സെൻറ്റിമീറ്റർ ഒന്നും കൂടി ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ 27.5 പ്ലസ് 17.5 ഇസ് ഈക്വൽ ടു 45. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം ഇയാൾ ഓരോ സ്റ്റെപ്പിന് ശേഷവും ആദ്യം അയാൾ 10 സെൻറ്റിമീറ്റർ, അതിനുശേഷമുള്ള അയാളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അയാൾ കയറുന്ന സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് 10 പ്ലസ് 17.5 എന്ന് പറയുമ്പോൾ 27.5. അതിനുശേഷം വീണ്ടും ഒരു 17.5 കൂടി അയാൾ കയറുകയാണ്, ഈ ഹൈറ്റായി എന്ന് പറയുമ്പോൾ 45. അതിനുശേഷം അയാൾ ഈ പൊസിഷനിലെത്തുമ്പോൾ എഗെയിൻ 17.5 ആഡ് ചെയ്യുക. 45 പ്ലസ് 17.5 62.5. എഗെയിൻ ഈ സ്റ്റെപ്പിലെത്തി ആ സ്റ്റെപ്പിലെത്തുമ്പോൾ വീണ്ടും 17.5 ആഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം 80 വന്നു. ദെൻ ഈ ഫൈനൽ സ്റ്റെപ്പ് അപ്പോൾ എത്രയായി? 97.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഫൈനൽ സ്റ്റെപ്പിലെത്തുമ്പോൾ അയാൾ 97.5 സെൻറ്റിമീറ്റർ അയാൾ ഈ സ്റ്റെപ്പ് അത്രയും ഹൈറ്റിലാണ്. ഇത്രയും സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇതല്ലേ, അതായത് ഈ കാണുന്ന ലൈൻ അല്ല ഇത് തന്നെയല്ലേ. അപ്പോൾ ഇത് എത്ര വരും? ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 97.5
സെൻറ്റിമീറ്റർ ആണ്. നമ്പറിൻ്റെ സീക്വൻസ് ഇതാൻ പറയുന്നത്. നമ്പറിൻ്റെ സീക്വൻസ് ഇതാണ് 10, 27.5, 45, 62.5, 80, 97.5. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കാം. ഇതിൻ്റെ ഡിഫറൻസ് 17.5 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് 17.5 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് 17.5 ആണ്. എല്ലാത്തിൻ്റെയും ഡിഫറൻസ് 17.5 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ട്. ഈ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 17.5 ആണ്. ഈ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ൽ സ്റ്റാർട്ട് ചെയ്യണു, അതിനുശേഷം 17.5 വെച്ച് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 5ാമത്തെ പ്രോബ്ലം. ഈ പിക്ചർ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ഈ പെർപെൻഡിക്കുലർ ലൈൻസ് ബോട്ടം ലൈനിലോട്ട്, ഇതാണ് ബോട്ടം ലൈൻ, ഈ കാണുന്നതാണ് ബോട്ടം ലൈൻ. ഈ ബോട്ടം ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻസ് വരുന്നുണ്ട്. അതായത് ഇതൊരു പെർപെൻഡിക്കുലർ ലൈനാണ്, ഇതൊരു ലൈനാണ്, ഇതൊരു പെർപെൻഡിക്കുലർ ലൈനാണ്, ഇതൊരു പെർപെൻഡിക്കുലർ ലൈനാണ്. അങ്ങനെ ഈ ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആണ് എന്നാണ് പറയുന്നത്. ഇതിനെ O, ഈ ആംഗിൾ O ആയിട്ട് എടുക്കാം. ദെൻ ഈ പെർപെൻഡിക്കുലർ ലൈനെ നമുക്ക് AB എന്ന് നൊട്ടേഷൻ കൊടുക്കാം, CD എന്ന് വിളിക്കാം. അടുത്തത് EF. ഈ ലെങ്ത്തിൻ്റെയൊക്കെ പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ ലെങ്ത്ത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ ഈ ഡിസ്റ്റൻസ് ഇതെല്ലാം സെയിം ആണെന്ന് പറയുന്നത്, ഈക്വലി സ്പേസ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കാം, OA, അതായത് ഇവിടെ മുതൽ ഇവിടം വരെ ഈ ഡിസ്റ്റൻസ് തന്നെയാണ് AC, തൊട്ടടുത്തതിൻ്റെ ഈ കാണുന്ന സ്പേസ്, ഈ കാണുന്ന ലെങ്ത്ത്, വിച്ച് ഈസ് ഈക്വൽ ടു CE. ഇതെല്ലാം ഈക്വലി സ്പേസ്ഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു. ഇതിനെല്ലാത്തിനും നമുക്ക് കോമൺ ആയിട്ട് എക്സ് എന്ന് വിളിക്കാം. ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ആ ഡിസ്റ്റൻസിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. അതായത് ഇവിടെ മുതൽ ഇവിടം വരെ എക്സ് ആണ്. എഗെയിൻ ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ നമുക്കൊരു മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ പിക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ OAB. OAB എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ഏതാണ് വരുന്നത്? ഈ ട്രയാങ്കിൾ അല്ലേ, ഈ കാണുന്ന ട്രയാങ്കിൾ OAB ആൻഡ് ട്രയാങ്കിൾ OCD. ഈ 2 ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ OAB, ട്രയാങ്കിൾ OCD എന്ന് പറയുന്ന 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ 2 ട്രയാങ്കിളും ട്രയാങ്കിൾ പ്രത്യേകം എന്താ? ഇത് രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ രണ്ടും സെയിം ആണ് എന്നാണ് പറയുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും അതിൻ്റെ ഇന്നർ ആംഗിളും എത്രയാണോ അത് തന്നെ മറ്റൊരു ട്രയാങ്കിളിൻ്റെ സൈഡും ഇന്നർ ആംഗിളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ 2 ട്രയാങ്കിളും സിമിലറാണ്, സെയിം ആണ്. അപ്പോൾ അതായത് ഈ OAB എന്ന് പറയുന്ന ട്രയാങ്കിളിൽ OA എന്ന് പറയുന്നത് അതിൻ്റെ ബേസാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബേസ് തന്നെയാണ് OCDയുടെ ട്രയാങ്കിളിലുള്ളത്. നോക്കി, ഇത് സെയിം ബേസ് തന്നെയാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് OA വരെ എത്തി, അതിനുശേഷം കണ്ടിന്യൂ ചെയ്ത് AC കണ്ടിന്യൂ ചെയ്ത് C വരെ എത്തി. അപ്പോൾ രണ്ടിൻ്റെയും ഈ OAB എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും OCD എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും ബേസ് ഒരേ ബേസാണ്. കണ്ടോ, ആദ്യത്തെ ട്രയാങ്കിളിൽ ഇവിടം വരെയും ബേസ് വരുന്നു. അതേ ബേസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് അടുത്ത ട്രയാങ്കിളിലോട്ട് പോകുന്നത്. രണ്ടിൻ്റെയും ബേസ് ഒന്ന് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇന്നർ ആംഗിൾ, ഈ ട്രയാങ്കിളിൻ്റെയും ഇന്നർ ആംഗിൾ ഒന്ന് തന്നെയാണ്. ട്രയാങ്കിൾ OAB എന്ന് പറയുന്നതും OCD എന്ന് പറയുന്നതും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ OAB എന്ന് പറയുന്നതും OEFും സെയിം ആയിരിക്കും. കാരണം ഇതിൻ്റെ ബേസ് തന്നെയാണ് ഈ OEF എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. കേട്ടോ, ഈ ബേസ് നീണ്ടു പോകുന്നതാണ്, ഒറ്റ ലൈനിൽ തന്നെ പോകുന്നതാണ്. ഒപ്പം അതിൻ്റെ ആംഗിളും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾസ് എല്ലാം സെയിം ആണെന്ന് പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ ട്രയാങ്കിൾസ് സെയിം ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതായത് OA ഡിവൈഡഡ് ബൈ OC ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ഡിവൈഡഡ് ബൈ CD. സൈഡ്സ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നുണ്ട്. 2 ട്രയാങ്കിൾസ് സെയിം ആണെങ്കിൽ അതിൻ്റെ സൈഡ്സും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ AB ഡിവൈഡഡ് ബൈ CD. ഇനി നമുക്കറിയാം OAയുടെ വാല്യൂ നമുക്കറിയാം. OAയുടെ ഡിസ്റ്റൻസ് നമ്മൾ X ആയിട്ട് നമ്മൾ ആദ്യം എടുത്തിരുന്നത് കണ്ടോ. OAയുടെ ഡിസ്റ്റൻസ് X ആണ്, ACയുടെ ഡിസ്റ്റൻസ് X ആണ്. അപ്പോൾ OAയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? X എഴുതാം. ഇവിടെ നിന്ന് ഇവിടം വരെ X ആണ്, എഗെയിൻ ഇവിടെ നിന്ന് ഇവിടം വരെ വീണ്ടും X ആണ് എന്ന് പറയുമ്പോൾ
ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതെങ്ങനെ മാറി? എക്സ് ഡിവൈഡഡ് ബൈ 2x ഈക്വൽ ടു എ ബി ബൈ സി ഡി, വിച്ച് ഇംപ്ലൈസ് എക്സ് കട്ട് ചെയ്ത് പോകും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്താ ആൻസർ കിട്ടും? സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2AB ആണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് ഫസ്റ്റ് ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ആദ്യം ട്രയാങ്കിൾ OABയും OCDയും കൺസിഡർ ചെയ്തു. നമ്മൾ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തി നമ്മൾ. CD ഈക്വൽ ടു 2AB എന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ അടുത്തത് ചെയ്യുക. ട്രയാങ്കിൾ OABയും OEFും സെയിം ആണെന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ചെയ്യുക. ഇതേപോലെ തന്നെ ഫോം ചെയ്യുക. അപ്പോൾ അടുത്തത് എന്ത് കിട്ടും? അടുത്തത് കിട്ടാൻ പോകുന്നത് EF ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3AB എന്ന് കിട്ടും. അടുത്തത് ഇതുപോലെ ചെയ്ത് വരുമ്പോൾ നമുക്ക് അടുത്തതിൽ EF ഈസ് ഈക്വൽ ടു 3AB എന്ന് കിട്ടും. GH ഈസ് ഈക്വൽ ടു 4AB എന്ന് കിട്ടും. അപ്പോൾ ഈ സീക്വൻസ് പോകുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലറിൻ്റെ സീക്വൻസ്, ഫസ്റ്റ് പെർപെൻഡിക്കുലർ AB ആണ് ആദ്യത്തെ പെർപെൻഡിക്കുലർ, അതിനുശേഷമുള്ളത് CD ആണ്, അതിനുശേഷം EF ആണ്, അതിനുശേഷം GH, ദെൻ IJ, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. AB യുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ തൽക്കാലം AB ആയിട്ട് തന്നെ എഴുതാം. CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടി 2AB ആണ് CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് 3AB ആണ്, ദെൻ 4AB ആണ്. കണ്ടോ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ആണ് കോമൺ ഡിഫറൻസ് അല്ലേ? 2AB മൈനസ് AB ചെയ്താൽ AB കിട്ടും. 3AB മൈനസ് 2AB ചെയ്താൽ വീണ്ടും AB കിട്ടും. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് AB ആണ്. ഓരോ ടേമും AB വെച്ച് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ പിക്ചറിനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് നമുക്ക് കിട്ടും. 6th ക്വസ്റ്റ്യൻ, ഇവിടെ സീക്വൻസ് തന്നിട്ടുണ്ട്. xn ഈസ് ഈക്വൽ ടു n³ മൈനസ് 6n² പ്ലസ് 13n മൈനസ് 7. ക്വസ്റ്റ്യൻ ഇതാണ്. ഇസ് ഇറ്റ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഒരു ജോൾജിബ്രയ്ക്ക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, ഇവിടെ xn തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? n-ന് 1 കൊടുക്കുക അല്ലേ? n-ന് 1 കൊടുക്കുമ്പോൾ x1 വരും. x1 എന്താണ്? 1³ മൈനസ് 6 ഇൻറ്റു 1² പ്ലസ് 13 ഇൻറ്റു 1 ദെൻ മൈനസ് 7. 1 ആണ് ആദ്യത്തെ ആൻസർ. x1 ഈക്വൽ ടു 1 എന്ന് വരും. ദെൻ x2 ഈക്വൽ ടു നമ്മൾ n കാണുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യുക? 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എന്ത് വരും? ഞാനത് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ്. അതിന് 3 ആണ് ആൻസർ. ദെൻ x3 എടുക്കുക. n-ന് 3 കൊടുക്കുക. 3³ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 എത്ര വരും? 27 മൈനസ് 6 ഇൻറ്റു 3² പ്ലസ് 13 ഇൻറ്റു 3 39 മൈനസ് 7 5 എന്ന ആൻസർ വരുന്നു. നമ്മൾ സോൾവ് ചെയ്ത് നോക്കാം. ഇത് സോൾവ് ചെയ്ത് നമുക്ക് 5 എന്ന ആൻസർ വരും. ദെൻ n-ന് 4 കൊടുക്കുക. x4 വരും. x4 ഈസ് ഈക്വൽ ടു 4³ മൈനസ് 6 ഇൻറ്റു 4² പ്ലസ് 13 ഇൻറ്റു 4 മൈനസ് 7 വിച്ച് ഈസ് ഈക്വൽ ടു 64 മൈനസ് 6 ഇൻറ്റു 4² 16 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 96 പ്ലസ് 13 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 52 മൈനസ് 7 13 വരുന്നു ഇതിൻ്റെ ആൻസർ. 13 വരും ഇതിൻ്റെ ആൻസർ. ഈ സീക്വൻസിന് നമുക്ക് 1 3 5 13 എക്സെട്ര. ഇവിടെ നോക്കിയേ, ആദ്യത്തെ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. പിന്നീടുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് 2 ആണ്. പിന്നീടുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ അതായത് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല.